കടത്തനാട് ലേബർ സൊസൈറ്റി തട്ടിപ്പിൽ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി. മുൻ DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ജീവനൊടുക്കിയ തിരുവള്ളൂർ സ്വദേശിയിൽ നിന്ന് വാങ്ങി 22 ലക്ഷം തിരികെ നൽകാത്തതാണ് രണ്ടാമത്തെ കേസ്. സുധീറിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ആകാശ് തടത്തിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആകാശ്, ഇപ്പോൾ എങ്ങനെയാണ് പോലീസ് നടപടികൾ? സ്വാതി, നേരത്തെ തന്നെ ഈ കടത്തനാട് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2.16 കോടിയുടെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മുൻ DCC സെക്രട്ടറി ആയിരുന്ന സുധീർ കുമാറിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസായുള്ള നിക്ഷേപകനായ ഇബ്രാഹിം ഹാജി സുധീർ കുമാറിൻ്റെ വീട്ടിലെത്തി ജീവൻ ഒടുക്കിയായിരുന്നു. ഈ ഇബ്രാഹിം ഹാജി 22 ലക്ഷം രൂപ ഈ സ്ഥാപനത്തിലേക്ക് നിക്ഷേപിക്കുകയും അത് ആവശ്യപ്പെട്ടുകൊണ്ട് സുധീർ കുമാർ ഇബ്രാഹിം ഹാജിയെ സമീപിക്കുകയുമായിരുന്നു. അതിനുശേഷം ഈ തുക തിരിച്ചു ചോദിച്ചുകൊണ്ട് ഇബ്രാഹിം ഹാജി സുധീർ കുമാറിനെ അടുത്ത് സമീപിച്ചപ്പോൾ ആ പണം തിരിച്ചു നൽകാതെ വഞ്ചിക്കുകയായിരുന്നു എന്ന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നിലവിലെ സെക്രട്ടറി ആയിരുന്ന പ്രീനയെയും കൂടാതെ തന്നെ മുഖ്യപ്രതിയായ റിനീഷിനെയും ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ തെളിവെടുപ്പും ഇന്നലെ പൂർത്തിയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ഈ ഇബ്രാഹിം ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം ഹാജിയിൽ നിന്ന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ആളുകളിലേക്കുള്ള അന്വേഷണവും ഇപ്പോൾ പ്രത്യേക ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഇതിലുണ്ടോ, കൂടുതൽ ഗൂഢാലോചന, കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള രേഖ ചമയ്ക്കൽ എന്നുൾപ്പെടെയുള്ള വലിയ കുറ്റങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇതിൽ കൂടുതൽ ഈ ഡയറക്ടർ ബോർഡിലുള്ള കൂടുതൽ അംഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇബ്രാഹിം ഹാജിയിൽ നിന്ന് പണം വാങ്ങിയതിൽ വേറെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, നിലവിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ സുധീർ കുമാറിനെ DCC മുൻ സെക്രട്ടറി ആയ സുധീർ കുമാറിനെ രണ്ടാമത്തെ കേസിലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. കൂടാതെ ഈ കേസിൻ്റെ ഭാഗമായി തന്നെ നിലവിൽ നിലനിൽക്കുന്ന സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പുകളും വിദഗ്ധ പരിശോധനയും ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ 3 പേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ശ്രമം. അതിൽ നിന്ന് കൂടുതൽ തെളിവുകളും കൂടുതൽ ഗൂഢാലോചകരുണ്ടോ ഇതിൽ, അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഡയറക്ടർ ബോർഡിലെ അംഗങ്ങൾ ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവരൂ. അതിൻ്റെ എല്ലാ ഭാഗമായുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കടക്കുന്നതും. ഏതായാലും ഇപ്പോൾ സുധീർ കുമാറിനെ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തതിലൂടെ മറ്റ് ഈ പ്രീന കൂടാതെ റിനീഷ് തുടങ്ങിയ ആളുകളിലും ഈ ഇബ്രാഹിം ഹാജിയെ വഞ്ചിച്ചിട്ടുണ്ടോ, ഇബ്രാഹിം ഹാജിയിൽ നിന്ന് പണം വാങ്ങി വഞ്ചിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. സ്വാതി. ആകാശത്തിൽ പ്രധാന ഒരു മുൻ DCC സെക്രട്ടറിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമടക്കമുള്ള കാര്യങ്ങളും അത്തരത്തിൽ ചോദ്യങ്ങളും ഉയരുകയാണ്. അപ്പോൾ ഇതിൽ ഈ കോൺഗ്രസ് നേതൃത്വം അടക്കം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് ജില്ലാ നേതൃത്വം തയ്യാറായിട്ടുണ്ടോ? അത്തരം ഇടപെടലുകളെ കുറിച്ച് കൂടി ഏത് രീതിയിലാണ് അന്വേഷണം ഉണ്ടാകുന്നത്? സ്വാതി, ഇത് നേരത്തെ തന്നെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള പ്രവീൺ കുമാർ വ്യക്തമാക്കിയിരുന്നു. ഇദ്ദേഹത്തിനെതിരെ ഇത്ര ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ DCC സെക്രട്ടറി സ്ഥാനവും കൂടാതെ തന്നെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുമുള്ള കാര്യങ്ങളല്ല ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യമാണ് നേരത്തെ തന്നെ ഈ DCC സെക്രട്ടറിയും കൂടാതെ അത്തരം ആളുകളെല്ലാം തന്നെ വ്യക്തമാക്കി. ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പങ്കും കോൺഗ്രസിനില്ല. കോൺഗ്രസ് നേതാക്കളായാലും മറ്റുള്ളവരായാലും പോലും യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഉൾപ്പെടെ സാദിഖ് അലി ശിഹാബ് തങ്ങളും കൂടാതെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമാണ് നിർവഹിച്ചത്. അതിന്റെ വിശ്വാസത്തിൽ തന്നെയാണ് കൂടുതൽ നിക്ഷേപകർ. ശരി.